ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമ്പലേന് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം വയനാട്ടിൽ തന്നെ പറയുന്നത് നമ്മുടെ ചുഴൽമല മുണ്ടക്കയം ഉരുൾപൊട്ടൽ തന്നെയാണ്. അപ്പോൾ ആ ഉരുൾപൊട്ടലിന് മുമ്പിൽ 1-2 മണിക്കൂർ മുമ്പിൽ അവിടെ ഇവർക്ക് സൂചന നൽകാൻ ഒരു ടീം എത്തിയിട്ടുണ്ട്. ഇന്നും വയനാടിനെ പറയുമ്പോൾ അവിടെ ആനയും മറ്റ് പുലിയും കടുവയും എല്ലാം ആയിട്ട് മനുഷ്യർ യുദ്ധം ചെയ്യുക എന്നാണ് പറയാറ്. പക്ഷേ ഈ കണ്ട വലിയ ഈ ദുരന്ത മുഖത്ത് ഒരു നേരത്തെ അന്നം നൽകുന്ന അവരെ അറിയിക്കാൻ വേണ്ടി അവരെത്തിയിരുന്നു. അതുകൂടാതെ ഒരു കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ അവർ ആ രാത്രിയിൽ സാധിച്ചിരുന്നു. മറ്റൊന്നല്ല, ഞാനിപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ആ ഓഡിയോയിലാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. അന്നേ ദിവസം 1 മണിക്കൂർ മുമ്പ് ആ ഉരുൾപൊട്ടിയ ചുരൽമല ഭാഗങ്ങളിൽ കൂടെ ഒരു കൂട്ടം കാട്ടാന യാത്ര ചെയ്തിരുന്നു. അവർ യാത്ര ചെയ്യുക മാത്രമല്ല, അവർ ചിഹ്നം വിളിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. എന്തുതന്നെയാലും ഒരു പ്രകൃതിദുരന്തം വരുമ്പോൾ മനുഷ്യരെക്കാളും എത്രയും പെട്ടെന്ന് മൃഗങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് സത്യമാണ്. അവർ അതുകൊണ്ട് തന്നെ ചിഹ്നം വിളിച്ചുകൊണ്ട്, അവർക്ക് പറയാനറിയില്ല ഇവിടെ അങ്ങനെ ഒരു ദുരന്തം വരുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയാൻ അറിയില്ല. അവർക്ക് അറിയുന്ന രീതിയിൽ അവർക്ക് അന്നം തരുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ചിഹ്നം വിളിച്ചു. പക്ഷെ ആരും അത് കേട്ടില്ല. സംഭവം കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഓഡിയോ നമുക്ക് കേട്ട് നോക്കാം. എങ്ങനെയാ ഈ സൗണ്ട് കേട്ടിട്ടാണോ നിങ്ങൾ ഉണർന്നത്? സൗണ്ട് അതിന് മുന്നേ ഞങ്ങൾ ആ ഭാഗത്തു കൂടെ ആന വന്നിരുന്നു. അപ്പോൾ ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് ആന വന്ന് ഒരു 12:30 ആയപ്പോൾ ഫുൾ കുറേ ആന ഉണ്ട്. 1-2 ആനയല്ല, കുറേ ആനകൾ വന്നു. പിന്നെയാണ് 1:30 ആയപ്പോഴാണ് ഉരുൾ പൊട്ടിയത്, ഫസ്റ്റത്തെ പൊട്ടൽ. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാവരും ഒലിച്ചു പോയത്, വീടും എല്ലാം. ഈ ആന ഇത് ഉരുൾപൊട്ടൽ അതിന് മുമ്പേ തന്നെ അറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഞങ്ങളെ ഭാഗത്തു കൂടെയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു കൂടെ എത്തിയിട്ടുണ്ട് ആന. നല്ല മഴയാണ്. പിന്നെ അതുമല്ല ശക്തിയായ കേട്ടിട്ടുണ്ടാവും ആ ചേച്ചി പറഞ്ഞത്. അന്നേ ദിവസം ആ ഒരു ഉരുൾപൊട്ടലിന് ഒരു 1-1.5 മണിക്കൂർ മുമ്പ് ആ ഭാഗങ്ങൾ യാത്ര ചെയ്ത കാട്ടാനക്കൂട്ടം അവർ ചിഹ്നം വിളിച്ചുകൊണ്ടാണ് പോയത്. എന്തിനാ പോയതെന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോഴെങ്കിലും നാട്ടുകാരെ ഉണർന്നിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുകയോ മറ്റു ചെയ്യുകയാണെങ്കിൽ ഈ മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ചിഹ്നം വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊന്ന്. ഇനി അടുത്തൊരു ഓഡിയോ കൂടി കേൾപ്പിച്ചുതരാം. ഇതും അതേപോലെ ദയനീയ അവസ്ഥ തന്നെയാണ്. ആ ഒരു ദുരന്ത സമയത്ത് തങ്ങളെ ദ്രോഹിക്കുന്ന മനുഷ്യരാണെന്ന് പോലും നോക്കാതെ അവർക്ക് സംരക്ഷണമായിരുന്നു. കണ്ണീരിറ്റ ആ അമ്മയ്ക്കും കുടുംബത്തിനും മുമ്പിൽ അവരൊരു സഹായഹസ്തവുമായിട്ട് അവർ കാവൽ നിന്നു. അപ്പോൾ ഓർക്കുക, നമുക്ക് ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എൻ്റെ വാർപ്പ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോൾ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടിയപ്പോളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. കുട്ടീൻ്റെ ചെറുവിരൽ കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് 2 കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. വീട്ടിൽ പറയുന്നുണ്ട്, അമ്മ ഞാൻ തൊഴുകൈകളാൽ തൊഴുത് പിടിച്ച് കരഞ്ഞു, ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങളിങ്ങനെ പ്രശ്നം കൊണ്ട് വരികയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് സംരക്ഷണയേക്കാൻ വേണ്ടി ആ ആനകൾ അവിടെ നിന്നു, അത് സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആന കയറി വരികയുണ്ടായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതെ ആന അവൾ വെയിറ്റ് ചെയ്തു. ഞാൻ കടന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ആ ഞങ്ങൾ സംരക്ഷിച്ച സമയം ഉണ്ടായിരുന്നു.
അപ്പം നമ്മൾക്ക് ദ്രോഹിക്കുന്ന ഈ അന്യമൃഗങ്ങൾ പോലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്, അല്ലാതെ ഒരു കാരണവശാലും അവർ നമ്മളെ ഉപദ്രവിക്കാറില്ല. അപ്പോൾ ഈ ദുരിതമത്ത് ആ കാട്ടാനെ മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേനയായാലും മറ്റു ഭാഗങ്ങളിലെ പലരും നമ്മളെ സ്നേഹസ്പർശത്താൽ കൈയൊപ്പുന്നുണ്ട്. അപ്പോൾ നമുക്കും ആ കയ്യൊപ്പ് ചാത്താൻ കഴിയട്ടെ. എല്ലാവരും പരമാവധി ആളുകളെ കൊണ്ട് സഹായം ചെലുത്തുക. നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ സഹോദരന്മാരാണ്. അവരെ വീണ് പോയാൽ നമുക്കവരെ പിടിച്ചു കൊടുത്തുക തന്നെ വേണം. അവരുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സേവ് വയനാട്. ടേക്ക് കെയർ. ഓക്കെ, ബൈ.